അനികാശ്യ. ഞാൻ വായിച്ചൊരു പുസ്തകമാണ് കിളുവരങ്ങൾ. ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ മനീഷ് മുഴക്കുന്നാണ്. വയനാടൻ കാടുകൾക്കുള്ളിലെ വള്ളിയൂർ കാവിനെയും അതിന്റെ ചുറ്റുമുള്ള ഊരിലെ ഗോത്ര ജനതയെയും ആസ്പദമാക്കി രചിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് കീളുവാരങ്ങളിലുള്ളത്. ഈ വയനാടൻ കാടുകളിൽ ജന്മിമാരുടെ പാടത്ത് പണിയെടുക്കാൻ വേണ്ടി ആ ഒരു ഊരിലെ ഗോത്ര ജനതയെ ലേലത്തിനെടുക്കുന്ന ഒരു കരാറുണ്ട്. അതിന്റെ വല്ലിപ്പണി എന്നാണ് പറയുക. ആ വല്ലിപ്പണിയിലും മറ്റും കുടുങ്ങി തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അടിമകളായി മാറുന്ന ഗോത്ര ജനതയുടെ നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്ന മനീഷ് മുഴക്കുന്നിന്റെ ഒരു പുസ്തകം കൂടിയാണ് കീളുവാരങ്ങൾ എന്നുള്ളത്. ഈ ഒരു പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് കരിയാത്തനാണ്. കരിയാത്തൻ ആ ഒരു ഊരിൽ തന്നെ ഒരു കുടിയിൽ ജനിച്ചൊരു കുട്ടിയായിരുന്നു. അവന് ചെറുപ്പകാലം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വള്ളിയൂരമ്മയെ ആ കോവിലിന്റെ മുന്നിൽ നിന്ന് കണ്ണനെ ഒന്ന് കാണണം എന്നുള്ളത്. പക്ഷെ ആ ഒരു സമയത്ത് വള്ളിയൂർ കാവിന്റെ മുന്നില് ആ ഗോത്രവർഗക്കാർക്ക് അവകാശം നിഷേധിക്കപ്പെട്ടു പോയിരുന്നു. അവര് വള്ളിയൂരമ്മയുടെ സ്വന്തം മക്കളായിരുന്നിട്ടും കൂടെ മേലാള് അവിടെ അവർക്കുള്ള അധികാരം നിഷേധിച്ചു. അവരെ ആ കാവിലേക്ക് അടുപ്പിച്ചില്ല. ശുദ്ധികലശം നടത്തണം എന്നവരെ വിശ്വസിപ്പിച്ചു. അവര് അത്രയും താഴ്ന്ന ജാതിക്കാരാണെന്നും അവരെ വിശ്വസിപ്പിക്കുകയുണ്ടായി. ആ ഒരു സമയത്താണ് കരിയാത്തൻ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വലുതായതിനു ശേഷം കരിയാത്തൻ ഇങ്ങനെയുള്ള വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. പക്ഷെ ആ ശബ്ദമുയർത്തിലൂടെ അവന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. കാരണം അവൻ അങ്ങനെ തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വിവേചനം കണ്ടിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും കൂടെ അവൻ ആ ഊരിൽ നിന്ന് ആ കാരണത്തിൽ പുറത്താക്കപ്പെട്ടു. ആ ഒരു സമയത്ത് കരിയാത്തൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ പുസ്തകത്തില്. പറയൂ ആകാശമേ മണ്ണേ, നമ്മൾ എങ്ങനെ അടിമകളായിപ്പോയി എന്ന്. ഏത് വിധത്തിലാണ് ഞങ്ങൾ അടിമകളായത് എന്ന് കരിയാത്തൻ അവിടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഈ ഒരു പുസ്തകത്തിൽ ഏറെ പ്രസക്തമായൊരു വാചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനം ഈ കരിയാത്തൻ കൊല്ലപ്പെടുന്നതും തന്റെ സ്വന്തം കൂട്ടുകാരുടെ കൈകളാലാണ്. കാരണം വർഷാവർഷങ്ങളായി വല്ലിപ്പണിയിൽ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാര് ആ ഒരു ഊരിലുണ്ടായിരുന്നു. അപ്പം ജന്മിമാർ ആ അവസരം മുതലാക്കി അവര് പറഞ്ഞു, കരിയാത്തൻ ഇങ്ങനെ വല്ലിപ്പണി ഇങ്ങനെ എതിർക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ളവരുള്ള സമയത്തൊന്നും നമ്മൾ ഊരിൽ നിന്നും വല്ലിപ്പണി കാലെടുക്കില്ല എന്ന് പറഞ്ഞ് കൊല്ലാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ അവസാനം ആ ഊരിലെ തന്നെ കരിയാത്തന് ഏറ്റവും അടുത്ത ചാമൻ ചോറിൽ വിഷം വെച്ചാണ് കരിയാത്തനെ കൊല്ലുന്നത്. ഇതാണ് ഈ ഒരു പുസ്തകത്തിലെ കരിയാത്തൻ എന്നതിന്റെ ജനനവും മരണവും ഇടയ്ക്കുള്ള ഏകദേശ സംഭവങ്ങളുമായിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു പുസ്തകത്തില് മറ്റൊരുപാട് കഥാപാത്രങ്ങളുണ്ട്. വെള്ളൻ, മാല, കമ്മട്ടി, ചീരാളൻ, അതേപോലെ ചാലൻ, മൂപ്പൻ, രാധ, കൊട്ടൻ, കരിഞ്ചി, ചാമൻ, അതേപോലെ ചെറുമൻ തുടങ്ങിയ ഒട്ടനവധി കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തില് ഉണ്ട്. ഈ ഒരു പുസ്തകത്തിന്റെ കഥയിലേക്ക് കടക്കാം. ചീരാളനും കമ്മട്ടിയും തങ്ങളുടെ മകനായ വെള്ളന് വേണ്ടിയിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഉത്സവം നടക്കുന്ന വള്ളിയൂർക്കാവിന്റെ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ കമ്മട്ടി മാല എന്ന പെൺകുട്ടിയെ കാണുന്നത്. അവര് വെള്ളം പോലും അറിയാതെ വെള്ളന് വേണ്ടിയിട്ട് മാലയെ വിവാഹം ഉറപ്പിച്ചു. അങ്ങനെയാണ് വെള്ളനും മാലയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതും. ഈ വെള്ളനും മാലയും സന്തോഷത്തോടെ കഴിയുന്ന രണ്ട് ദമ്പതികളായിരുന്നു. അങ്ങനെ അവര് സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു സമയത്താണ് അവര് രണ്ടുപേർക്കും ഒരു കുട്ടിയും ഉണ്ടാകുന്നത്. ആ കുട്ടിയുടെ പേരായിരുന്നു കരിയാത്തൻ എന്നുള്ളത്. കരിയാത്തൻ ജനിച്ചതിന് ശേഷം വെള്ളൻ മാലയെയും കരിയാത്തനെയും കൂട്ടി പലപ്പോഴും കാടിന്റെ ഉള്ളിലേക്ക് കയറുമായിരുന്നു. അങ്ങനെ അവര് ഒരുപാട് ചിരിച്ച് കളിച്ച് കരിയാത്തനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ചീരാളൻ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയുമായി തന്റെ കുടിയിലെത്തിയത്. തൊട്ടപ്പുറത്തെ ഊരിലെ ചതുപ്പ് പനി ബാധിച്ചു എന്നുള്ളതായിരുന്നു ആ ഭയപ്പെടുത്തുന്ന വാർത്ത. അത് കേട്ട് കമ്മട്ടിയും വെള്ളനും മാലയും ഒരുപാട് ഭയപ്പെട്ടുപോയി. കാരണം വർഷങ്ങൾക്ക് മുമ്പേ ആ ഊരിനെ ആകെ വിറപ്പിച്ച ഒരു അസുഖമായിരുന്നു ചതുപ്പ് പനി എന്നുള്ളത്.
അങ്ങനെ ചതുപ്പ് പനിയിൽ നിന്നും ചതുപ്പ് പനി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് മുൻകരുതലുകൾ എടുത്തിട്ടും 10-ാം ദിവസം കരിയാത്തനെ ചതുപ്പ് പനി ബാധിച്ചു. അവര് ഒരുപാട് മരുന്നും മന്ത്രങ്ങളും ഒക്കെ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും ഫലിച്ചില്ല. അവസാനം പുള്ളൻ മൂപ്പന്റെ അടുത്ത് നിന്നാണ് അങ്ങനെ ഒരു വാർത്ത എത്തിയത്. തിരുനെല്ലിയിലെ കുറത്തി എന്ന പേരായ ഒരു ആളുണ്ട്, അവർക്കറിയാത്ത മരുന്നുകളും മന്ത്രങ്ങളും ഒന്നും ഇല്ല എന്നാണ്. അങ്ങനെ വെള്ളൽ പോയി കുറത്തിയെ തിരുനെല്ലിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. ആ കുറത്തി ആ കരിയാത്തനെ ശുശ്രൂഷിച്ച് കരിയാത്തന്റെ അസുഖമെല്ലാം മാറ്റുകയുണ്ടായി. അപ്പോഴാണ് വെള്ളൻ ആലോചിച്ചത്, ഉത്സവക്കാലം അടുത്ത് വരുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു കരിയാത്തന്റെ ചതുപ്പ് പനി വന്ന സമയത്ത് ഇവര് ഒരുപാട് നേർച്ചകള്, വള്ളിയൂരമ്മക്ക് ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടത്താനുള്ള ഭാരിച്ച തുക അവര് എങ്ങനെ കണ്ടെത്തുന്നുള്ളതായിരുന്നു വെള്ളനെ പേടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, വള്ളിയൂരമ്മക്ക് നേർന്ന നേർച്ച നിറവേറ്റിയിട്ടില്ലെങ്കിൽ ആ ശാപം അവരുടെ കുലത്തെ ആകെ മുടിക്കുന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മറ്റൊരു നിവൃത്തിയില്ലാതെ അങ്ങനെ വെള്ളന് വല്ലിപ്പണിക്ക് പോകേണ്ടി വന്നു. വല്ലിപ്പണിക്ക് പോയ സമയത്ത് വെള്ളൻ ഒരുപാട് യാതനകൾ അനുഭവിച്ചു, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അങ്ങനെയാണ് വെള്ളൻ അവിടെ ജീവിച്ചത്. ആ ഒരു വല്ലിപ്പണിക്ക് പോയ ഒരു ദിവസം മാലക്ക് ഒട്ടും വയ്യാതെയായി. മാലക്ക് വയ്യാതായ സമയത്ത് ഈ വെള്ളനെ കാണാൻ വേണ്ടി ചീരാളൻ പോയി. ചീരാളൻ ഇങ്ങനെ മാലയ്ക്ക് വല്ലാതെ അസുഖമാണ്, തീരെ വയ്യ എന്ന് വെള്ളനെ അറിയിച്ചു. വെള്ളനാണെങ്കിൽ പാടത്ത് കൊയ്ത്തായത് കൊണ്ട് അങ്ങോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ ഒരു സമയത്ത് ഈ വെള്ളൻ കാര്യസ്ഥനോട് ചോദിച്ചു, ഇങ്ങനെ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് കാര്യസ്ഥൻ അത് നടത്തി കൊടുത്തില്ല. അങ്ങനെ വെള്ളൻ കാര്യസ്ഥൻ കാണാതെ ഒളിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം വെള്ളനെ കൂട്ടുവാൻ വേണ്ടി കാര്യസ്ഥൻ ചെന്നു. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് വെള്ളനെ വലിച്ചിഴച്ചുകൊണ്ടാണ് അവർ പാടത്തേക്ക് കൊണ്ടുപോയത്. അന്ന് രാത്രി മാലയ്ക്ക് സുഖമില്ലാതിരുന്നിട്ടും കൂടി ആ കാര്യസ്ഥൻ വീട്ടിലേക്ക് വന്നു. മാലയെ ബലമായി പിടിച്ച് പറിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം തേൻ ശേഖരിക്കാൻ പോയ മരത്തനാണ് കണ്ടത് കാട്ടിൽ മാലയുടെ മൃതശരീരം കിടക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയായി വെള്ളനും മരണപ്പെടുകയുണ്ടായി. അത് രണ്ടും ദുരൂഹത നിറഞ്ഞ ഒരു മരണം ഉണ്ടായിരുന്നു. പക്ഷെ ആരും ധൈര്യക്കുറവ് കാരണം അത് ആരാണ് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയില്ല. ഈ ഒരു അവസ്ഥയില് അച്ഛനും അമ്മയും ഇല്ലാതെ അച്ചാച്ചന്റെയും അമ്മമ്മയുടെയും കൂടെയാണ് ഈ ഒരു കരിയാത്തൻ വളരുന്നത്. അങ്ങനെ കരിയാത്തൻ വളർന്ന് വലുതായി അവനൊരു ബോധ്യമുണ്ടായിരുന്നു, തന്റെ അച്ചാച്ചനെയും അമ്മമ്മയും നോക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ അവസാനം വല്ലിപ്പണിക്ക് അവനും ഏർപ്പെടേണ്ടി വന്നു. പക്ഷെ അവൻ ഇങ്ങനെയുള്ള നരകയാതനകൾ അനുഭവിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ അവൻ ശബ്ദമുയർത്തി. പക്ഷെ അത് കാരണം എല്ലാവരും അവനെ അവഗണിച്ചു. അവസാനം ചീരാളനും മൂപ്പനും കൂടെ ആ ഊരിൽ നിന്ന് തന്നെ കരിയാത്തനെ പുറന്തള്ളി. കാവിൽ വരെ അവന് കയറാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവൻ അവസാനം തന്റെ കൂട്ടത്തിലൊരാളായ ചാമന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ചോറിലെ വിഷം കാരണം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു പുസ്തകത്തിലൂടെ ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചു തീർത്ത പോലത്തെ ഒരു അനുഭവം നമുക്ക് കിട്ടും. കാരണം ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ ഇടനാഴില അകലം വിട്ട് കലർത്തിക്കൊണ്ട് രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ കീഴുവാരങ്ങൾ എന്നുള്ളത്. ഈ പുസ്തകത്തില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ഇതിലെ ഭാഷ എന്നുള്ളത്. കാരണം അവര് ഗോത്രവർഗക്കാർ ഉപയോഗിക്കുന്ന അതേ ഭാഷയാണ് ഇതില് ഉപയോഗിക്കുന്നത്. ആ ഭാഷയും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഒരുപാട് വാക്കുകൾ ഈ പുസ്തകത്തില് പറയുന്നുണ്ട്. അതേപോലെ ഈ ആദിവാസികളുടെ ഇതിലെ ജീവിതം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഷയമാണ്. ആ വിഷയത്തെ തന്നെ ഒരുപാട് ഈ പുസ്തകം പ്രതിഫലിച്ച് കാട്ടുന്നുണ്ട്. അതേപോലെ ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു കീഴുവാരങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയുണ്ടായി.